നമസ്കാരം. മോദി മന്ത്രിസഭയെ തുടക്കം മുതൽ തന്നെ ഏറ്റവും രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ ശശി തരൂർ. എന്നാൽ ക്രമേണ മോദിയുമായിട്ട് അടുക്കാൻ തരൂർ ശ്രമിച്ചതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് വ്യക്തിപരമാണ്. കാരണം തരൂരിനെതിരെയുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ BJPയുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട് എന്ന ഒരു ഭയം അത് തരൂരിനെ വല്ലാതെ അലട്ടുകയാണ്. സുനന്ദ പുഷ്കർ കേസിൽ എപ്പോൾ വേണമെങ്കിലും തന്നെ കുടുക്കാം, അറസ്റ്റ് ചെയ്യാം, ജയിലിൽ അടയ്ക്കാമെന്ന ഭയം തരൂരിനെ വേട്ടയാടുന്നു. താൻ നിരപരാധിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തരൂർ ശ്രമിച്ചപ്പോൾ ആ സാഹചര്യത്തിൽ തരൂരിനൊപ്പം എല്ലാ രീതികളിലും കൈകോർത്തു നിന്നവരാണ് കോൺഗ്രസ്സുകാർ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2014 മത്സരിക്കുമ്പോൾ തരൂർ നേരിട്ട ഏറ്റവും വലിയ ആരോപണം എന്നത് കൊലക്കേസിലെ പ്രതിയാണ് ഇയാൾ എന്നതാണ്. ആ രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു അന്ന് ഇടതുപക്ഷവും BJPയും തരൂരിനെതിരെ ഉന്നയിച്ചത്. അവർ ഒരുപോലെ കടന്നാക്രമിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ചങ്ക് കൊടുത്താണ് തരൂരിനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയെടുത്തത്, തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചെടുത്തത്. എന്നാൽ തരൂർ ഒരു രീതിയിലും കോൺഗ്രസ്സുകാരോട് കൂറുള്ളവൻ, നന്ദിയുള്ളവനായിരുന്നില്ല. അതിപ്പോൾ അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അത് തെളിയിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ജോൺസൺ എബ്രഹാം എന്ന KPCCയുടെ നിർവാഹക സമിതി അംഗം, അദ്ദേഹം വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. അതായത് ട്രംപിന് മുൻപിൽ തകർന്നു വീണ തരൂരിൻ്റെ നയതന്ത്രങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അതായത് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രീതി അത് തരൂർ ആയിരുന്നാലും ഇന്ത്യയിൽ നരേന്ദ്രമോദി ആയിരുന്നാലും അതിലൊന്നും ഒട്ടും കുറവില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ലേഖനമാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തരൂർ അമേരിക്കയിൽ പ്രതിനിധി സംഘവുമായിട്ട് അവിടെ എത്തിയപ്പോൾ വൈസ് പ്രസിഡന്റിനെ കാണാൻ മാത്രമേ വൈറ്റ് ഹൗസ് അനുവദിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് JD വാൻസുമായി ചർച്ച നടത്താൻ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലെ ആർമി ചീഫായിട്ടുള്ള അസീം മുനീറിനെ ചുവന്ന പരവതാനി വിരിച്ച് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹവുമായി സംഭാഷണം നടത്തി. ഒടുവിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചു. തൻ്റെ ഭാഗ്യമാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്ന് വരെ ട്രംപ് പ്രസ്താവന ഇറക്കി. ഇവിടെ എന്തുമാത്രം അവഹേളിച്ചാണ് ഇന്ത്യയെ വിട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. തരൂർ അന്താരാഷ്ട്ര നിലവാരത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിശ്വപൗരൻ എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്. എന്നിട്ട് ഈ വിശ്വപൗരനെ എന്തേ അമേരിക്ക വില കൊടുക്കാതെ പോയി? വിശ്വപൗരനെ അമേരിക്ക എന്തുകൊണ്ട് ഉൾക്കൊണ്ടില്ല? എന്തുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ കാണാൻ വിസമ്മതിച്ചു? എന്തുകൊണ്ട് US പ്രസിഡന്റ് ഭീകരരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ സൈനിക മേധാവിക്ക് ചുവന്ന പരവതാനി വിരിച്ച് അയാൾ പറയുന്നതെല്ലാം തന്നെ അക്ഷരം പ്രതി കേട്ടുകൊണ്ട് തലകുനിച്ചു നിന്നു? അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ശശി തരൂർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭയമാണ് അയാളെ എല്ലാ രീതിയിലും മോദി ഭക്തനാക്കി ഇപ്പോൾ മാറ്റിയത് എന്നാണ് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തരൂറിന് ഇനി അങ്ങോട്ട് നല്ല കാലമല്ല. കാരണം ഏത് നിമിഷവും കോൺഗ്രസിൽ നിന്ന് പുറത്താകാൻ പോവുകയാണ്. എന്നാലോ BJPക്ക് അദ്ദേഹത്തെ ഒട്ടും സ്വീകരിക്കാനും താല്പര്യമില്ല. കാരണം BJP നോക്കിയപ്പോൾ തരൂരിനെ ഒതുക്കാൻ ഇത് തന്നെയാണ് എളുപ്പമാർഗം. തരൂരിനെ വീഴ്ത്തിയാലേ തിരുവനന്തപുരം ലോക്സഭയിൽ BJPക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.